സ്റ്റോറി നെസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് ക്രിസ്തുമസ് സമ്മാനം. ഈ കഥ സാവിയോ എന്നു പേരുള്ള ഒരു കുട്ടിയുടെ കഥയാണ്. സാവിയോ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു. അവന് നല്ല അനുസരണയും മറ്റുള്ളവരോട് ദയയും പ്രായമുള്ളവരോട് നല്ല ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവനൊരു കുഴപ്പമുണ്ട്. അതെന്താണെന്നോ, അവന് ഭയങ്കര മറവിയാണ്. അവനോട് അവന്റെ പപ്പയും അമ്മയും എന്ത് കാര്യം ചെയ്യാൻ പറഞ്ഞാലും അവനത് മറന്നുപോകും. എത്ര വലിയ പ്രധാനപ്പെട്ട കാര്യമായാലും അവന്റെ മറുപടി അത് ഞാൻ മറന്നുപോയി എന്നായിരിക്കും. അവന്റെ അമ്മ ഒരിക്കൽ അവന്റെ പാൻസ് തയ്ക്കുന്നയാൾക്ക് അവന്റെ അളവും പാൻസ് തയ്ക്കേണ്ട രീതിയും എഴുതിയ പേപ്പർ കൊടുത്തയച്ചു. തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന അവന്റെ പോക്കറ്റിൽ ഒരു പേപ്പർ കണ്ട അമ്മ അതെടുത്തു നോക്കിയപ്പോൾ അത് അമ്മ കൊടുത്തയച്ച അതേ പേപ്പർ തന്നെയായിരുന്നു. അവനോട് ചോദിച്ചപ്പോൾ അവൻ പതിവ് മറുപടി പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയമ്മേ എന്ന്. അവനെ എപ്പോഴെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമായി വാങ്ങാനായി കടയിൽ അയച്ചാൽ അവൻ പറഞ്ഞുവിട്ട സാധനം വാങ്ങാൻ മറന്ന് വൈകിയായിരിക്കും വീട്ടിലെത്തുക. ചോദിക്കുമ്പോൾ അവന്റെ സ്ഥിരം മറുപടി ഞാൻ മറന്നുപോയമ്മേ എന്ന്. ഇങ്ങനെ കുറെ തവണ ആവർത്തിച്ചപ്പോൾ കുഞ്ഞു സാവിയോയുടെ പപ്പയും അമ്മയും ഒരു കാര്യം തീരുമാനിച്ചു. കുഞ്ഞു സാവിയോയെ കാര്യങ്ങൾ ഓർമ്മയിൽ നിർത്താൻ സഹായിക്കുന്ന എന്തെങ്കിലും ചെയ്തേ മതിയാവൂ എന്ന്. ക്രിസ്തുമസ് അടുത്തു വരുന്ന സമയമായിരുന്നു അത്. നമ്മുടെ കുഞ്ഞു സാവിയോയ്ക്ക് ക്രിസ്മസ് വലിയ ഇഷ്ടമാണ്. അവന് സാന്റാക്ലോസിൽ നിന്നും നിറയെ സമ്മാനങ്ങൾ കിട്ടുന്ന സമയമാണല്ലോ അത്. അതുകൊണ്ടാണ് അവന് ക്രിസ്മസ് അത്രയ്ക്കിഷ്ടം. ഒരു ദിവസം അവന്റെ അമ്മ നോക്കുമ്പോൾ അവനിരുന്ന് സാന്റാക്ലോസ് തനിക്ക് തരേണ്ട സമ്മാനങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുകയായിരുന്നു. ആ ലിസ്റ്റ് അവൻ സോക്സിനകത്തിടുകയും ക്രിസ്മസ് തലേന്ന് സാന്റാക്ലോസ് ആ ലിസ്റ്റ് നോക്കി അവനുള്ള സമ്മാനങ്ങൾ ക്രിസ്മസ് ട്രീയുടെ താഴെ വയ്ക്കുകയുമായിരുന്നു പതിവ്. അവനിരുന്ന് ലിസ്റ്റ് തയ്യാറാക്കുന്നത് കണ്ട അവന്റെ അമ്മ അവനോട് പറഞ്ഞു, ഇത്തവണ സാന്റാക്ലോസ് ചിലപ്പോൾ ഏതെങ്കിലും സമ്മാനങ്ങൾ മറന്നു പോകാനിടയുണ്ട് സാവിയോ എന്ന്. ഇത് കേട്ട സാവിയോ പറഞ്ഞു, സാന്റാക്ലോസ് ഒരിക്കലും മറക്കില്ലമ്മേ. കാരണം എന്റെ സോക്സിനകത്ത് നിന്നും ഈ ലിസ്റ്റ് കിട്ടിയാലുടൻ എനിക്കുള്ള സമ്മാനങ്ങൾ സാന്റാക്ലോസ് ക്രിസ്മസ് ട്രീക്ക് താഴെ വയ്ക്കും. പിന്നെ എങ്ങനെ മറക്കാനാണ്? ഇത് കേട്ട അവന്റെ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി. അങ്ങനെ ക്രിസ്മസ് ദിവസം വന്നെത്തി. നമ്മുടെ കുഞ്ഞു സാവിയോ അന്ന് വളരെ നേരത്തെ തന്നെ ഉറക്കമുണർന്നു. അവന്റെ പപ്പയും അമ്മയും അവരുടെ മുറിയിലായിരുന്നു. സാന്റാക്ലോസ് എന്താണ് അവന് വേണ്ടി കരുതി വെച്ചിരുന്നതെന്ന് അവന്റെ പപ്പയ്ക്കും അമ്മയ്ക്കും നന്നായിട്ട് അറിയാമായിരുന്നു. കുഞ്ഞു സാവിയോ ഓടി ക്രിസ്മസ് ട്രീയുടെ അടുത്തെത്തി. അവിടെ അവൻ താൻ ആവശ്യപ്പെട്ട സമ്മാനങ്ങൾക്ക് പകരം ഒരു വലിയ ലിസ്റ്റ് ആയിരുന്നു കണ്ടത്. അവൻ ആ ലിസ്റ്റ് എടുത്ത് വായിച്ചു നോക്കി. അത് കഴിഞ്ഞ 6 മാസത്തിൽ അവനോട് അവന്റെ പപ്പയും അമ്മയും ആവശ്യപ്പെട്ടതും എന്നാൽ അവൻ ചെയ്യാൻ മറന്നുപോയതുമായ ചെറിയ ചെറിയ ജോലികളായിരുന്നു. ആ ലിസ്റ്റിനു താഴെയായി വലിയ അക്ഷരത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു, ക്ഷമിക്കണം, ഞാൻ മറന്നുപോയി. അത് കണ്ട അവന് വളരെ വിഷമം തോന്നി. അവൻ അതുമായി അവന്റെ അമ്മയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ കുഞ്ഞു കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവന്റെ അമ്മ അവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നമുക്കിന്ന് അപ്പൂപ്പന്റെ വീട്ടിലൊന്ന് പോകണം. അവിടെ നിനക്കായി സാന്റാക്ലോസ് എന്തെങ്കിലും സർപ്രൈസ് വെച്ചിട്ടുണ്ടെങ്കിലോ? അവനോട് ഇത് പറഞ്ഞിട്ട് അവന്റെ പപ്പയും അമ്മയും പരസ്പരം നോക്കി ചിരിച്ചു. അങ്ങനെ അവർ അപ്പൂപ്പന്റെ വീട്ടിലെത്തി. അവിടെ എത്തിയ കുഞ്ഞു സാവിയോയ്ക്ക് അത്ഭുതം അടക്കാനായില്ല. അതെന്താണെന്നോ, അവിടെ ക്രിസ്മസ് ട്രീക്ക് താഴെ സാവിയോ സാന്റാക്ലോസിനോട് ചോദിച്ച സമ്മാനങ്ങളെല്ലാം നിറഞ്ഞിരിക്കുന്നു. കൂടാതെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, സാന്റാക്ലോസ് ഒരിക്കലും മറക്കില്ല എന്ന്. ഇത് കണ്ട സാവിയോ അവന്റെ പപ്പയോടും അമ്മയോടും പറഞ്ഞു, ഇനി ഞാൻ എന്റെ മറവി എന്ന കുറവിനെ മാറ്റാൻ ശ്രമിക്കും. അവനതിന് ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്തു. പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റിയില്ലെങ്കിലും അവൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അതിനായി അവന്റെ അമ്മ അവനെ സഹായിക്കുകയും ചെയ്തു. അതെങ്ങനെയാണെന്നോ, അവൻ എന്തെങ്കിലും ചെയ്യാൻ മറക്കുമ്പോൾ അവന്റെ അമ്മ പറയും, സാന്റാക്ലോസ് ഒന്നും മറക്കില്ല എന്ന്. അപ്പോൾ അവന് പെട്ടെന്ന് താൻ എന്തോ ചെയ്യാൻ മറന്നല്ലോ എന്ന് ഓർമ്മ വരും. അങ്ങനെ സാവിയോ അവന്റെ മറവി എന്ന ദുശീലം പതുക്കെ പതുക്കെ മാറ്റിയെടുത്തു. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണെന്നോ, നമുക്ക് മാറ്റാൻ പറ്റാത്തതായി ഒരു ദുശീലങ്ങളുമില്ല. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് മാത്രം. ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടുക.
ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.